ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് സിങ്ക്രണസ് സ്പീഡ് എന്താണെന്നാണ്. നമ്മൾ പറഞ്ഞു സിങ്ക്രണസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്ററിലേക്ക് ഒരു 3 ഫേസ് എ സി കൊടുക്കുമ്പോൾ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്ററിലേക്ക് 3 ഫേസ് എ സി കൊടുക്കുന്ന സമയത്ത് സ്റ്റേറ്ററിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്ന സ്പീഡിനെയാണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയും. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് NS എന്ന് പറയും. സിങ്ക്രണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോറിന് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോറിന് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് പോൾ ഉണ്ടാവും. അത് ആ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എത്ര പോൾ സെലക്ട് ചെയ്യുന്നത് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അതിനൊരു എ സിക്ക് ഒരു സപ്ലൈ ഫ്രീക്വൻസി ഉണ്ടാവും. ഈ പോളിനും സപ്ലൈ ഫ്രീക്വൻസിയിലും ഈ പർട്ടിക്കുലർ നമ്പർ ഓഫ് പോളിനും പർട്ടിക്കുലർ സപ്ലൈ ഫ്രീക്വൻസിയിലും ഈ മെഷീന് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം സ്പീഡാണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് NS എന്ന് പറയുന്നത് 120 ഇൻറ്റു F/P ആണ്. ഇനി നമുക്കറിയാം സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് 3 ഫേസ് എ സി കൊടുക്കുന്ന സമയത്ത് എ സി സപ്ലൈ കൊടുക്കുന്ന സമയത്ത് സ്റ്റേറ്ററിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു തവണ ഫുള്ളി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാം 3 ഫേസ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് നമ്പർ ഓഫ് പോൾസ് ഉണ്ടാവും. ആ പോളുകൾ ഒരു ഫുൾ റൊട്ടേഷൻ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് P/2 സൈക്കിൾസ് ഉണ്ടാവും. P/2 സൈക്കിൾസ് ഉണ്ടാവും. അതായത് ഒരു പോളിന് എ സി ഇപ്പോൾ നോർത്ത് പോളിന് പോസിറ്റീവ് പാർട്ടാണെങ്കിൽ സൗത്ത് പോളിന് നെഗറ്റീവ് പാർട്ടായിരിക്കും. അപ്പോൾ ഒരു പോള് കൊണ്ട് ഒരു പോസിറ്റീവ് പാർട്ടും അടുത്ത പോൾ കൊണ്ട് നെഗറ്റീവ് പാർട്ടും. അതായത് ഇപ്പോൾ 10 പോൾ ഉണ്ടെങ്കിൽ 10/2 5 സൈക്കിൾസ് ഉണ്ടാവും. 5 സൈക്കിളുകൾ ഉണ്ടാവും. അപ്പോൾ P/2 സൈക്കിൾസ്, P പോളുകൾ, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് P പോളുകൾ ഉണ്ടെങ്കിൽ അത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്താൽ P/2 സൈക്കിൾസ് ഉണ്ടാവും. P/2 സൈക്കിൾസ് ഉണ്ടാവും. ഓക്കെ. ഇനി ഒരു സെക്കൻഡിൽ ഉള്ള റൊട്ടേഷനെ നമുക്ക് സ്മോൾ NS എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന റൊട്ടേഷൻ എന്ന് പറയുന്നത് NS ആണ്. ഒരു റൊട്ടേഷൻ കൊണ്ട് P/2 സൈക്കിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ആകെ സൈക്കിളുകൾ എന്ന് പറയുന്നത് P/2 ഇൻറ്റു NS ആണ്. ഒരു റൊട്ടേഷൻ കൊണ്ട് P/2 സൈക്കിൾ ഉണ്ട്. ഒരു സെക്കൻഡിൽ NS റൊട്ടേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിലുള്ള ആകെ സൈക്കിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് P/2 ഇൻറ്റു NS ആണ്. ഒരു സെക്കൻഡിലുള്ള ആകെ സൈക്കിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, F ആണ്. അങ്ങനെയാണെങ്കിൽ NS എന്ന് പറയുന്നത് F/P/2 ആയിരിക്കും. സ്മോൾ NS എന്ന് പറയുന്നത് ഒരു സെക്കൻഡിലുള്ള റെവല്യൂഷനാണ്. ഇനി ഒരു മിനിറ്റിലുള്ള റെവല്യൂഷൻ ക്യാപിറ്റൽ NS, ദാറ്റ് ഈസ് ഈക്വൽ ടു NS/60, വേർ സ്മോൾ NS ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ NS/60. അതായത് RPM/60 എന്ന് പറയുന്നത് F/P/2. ദാറ്റ് ഈസ് ഈക്വൽ ടു NS, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 2 ഇൻറ്റു F/P. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 F/P എന്ന് കിട്ടും. NS ഈസ് ഈക്വൽ ടു 120 F/P. സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത് 120 ഇൻറ്റു F/P എന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ പറഞ്ഞു
റോട്ടോർ സ്പീഡ് എന്നും സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് NS ആണ്. സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ കുറഞ്ഞ സ്പീഡിലായിരിക്കും റോട്ടോർ റൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡും റോട്ടോർ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള സ്പീഡിൻ്റെ ഡിഫറൻസ്, ദെൻ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് NS, റോട്ടോറിൻ്റെ സ്പീഡ് N ആണെങ്കിൽ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് മൈനസ് റോട്ടോറിൻ്റെ സ്പീഡ്, ഈ ഡിഫറൻസിനെ സ്ലിപ്പ് സ്പീഡ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ അബ്സല്യൂട്ട് സ്ലിപ്പ് എന്നും പറയും. അബ്സല്യൂട്ട് സ്ലിപ്പ്. ഈ സ്ലിപ്പ് സ്പീഡിനെ സിങ്ക്രണസ് സ്പീഡിൻ്റെ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് NS മൈനസ് N/NS എന്ന് പറയുന്ന ഫോമിലാണ് പറയുന്നത്. അത് സിങ്ക്രണസ് സ്പീഡിൻ്റെ ഫ്രാക്ഷനിലാണ് പറയുന്നത്. ഇതിനെ ഫ്രാക്ഷണൽ സ്ലിപ്പ് എന്ന് പറയും. ഫ്രാക്ഷണൽ സ്ലിപ്പ്. ജനറലി സ്ലിപ്പ് പെർസെൻറ്റേജിലാണ് പറയുന്നത്. ദാറ്റ് ഈസ് NS മൈനസ് N/NS ഇൻറ്റു 100. ദിസ് ഈസ് ദ പെർസെൻറ്റേജ് സ്ലിപ്പ്. സ്ലിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് S എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. സ്ലിപ്പ്. നമുക്ക് സിങ്ക്രണസ് സ്പീഡും സ്ലിപ്പും അറിയാമെങ്കിൽ റോട്ടോറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് NS ഇൻറ്റു 1 മൈനസ് S ആണ്. NS ഇൻറ്റു 1 മൈനസ് S ആണ്. ഓക്കെ. നമ്മൾ നേരത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, സ്റ്റേറ്ററിലേക്ക് നമ്മൾ 3 ഫേസ് AC കൊടുക്കുന്നു. അപ്പോൾ സ്റ്റേറ്ററിൽ കൊടുക്കുന്ന 3 ഫേസ് ACക്ക് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടാവും. ഈ റോട്ടോറിൻ്റെ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ, അതായത് റോട്ടോർ റൺ ചെയ്യുന്നതിന് മുൻപ്, സ്റ്റേഷനറി ആയിരിക്കുന്ന സമയത്ത്, റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് N = 0 കണ്ടീഷനിൽ സ്റ്റേറ്ററിൽ കൊടുക്കുന്ന ഫ്രീക്വൻസി ബൈ ട്രാൻസ്ഫോമർ ആക്ഷൻ വഴി, സ്റ്റേറ്ററിൽ നിന്ന് റോട്ടോറിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്ഫോമർ ആക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്. റോട്ടോറിൻ്റെ സ്പീഡ് 0 ആകുന്ന സമയത്ത് ഇവിടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ എക്സാക്റ്റ് കണ്ടീഷൻ തന്നെയാണ് ഉണ്ടാവുക. റോട്ടോറിൽ സെക്കൻഡറി ഷോർട്ട് സർക്യൂട്ട് ചെയ്ത ഒരു ട്രാൻസ്ഫോമറിൻ്റെ കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്റ്റേറ്ററിലെ സപ്ലൈ ഫ്രീക്വൻസി തന്നെ റോട്ടോറിലും ഇൻഡ്യൂസ് ചെയ്യും. ഇനി റോട്ടോർ റൺ ചെയ്യുന്നത്, ആക്സിലറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റോട്ടോറിലുണ്ടാകുന്ന ഫ്രീക്വൻസി എന്തായിരിക്കും നോക്കാം. സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസി F ആണ്. റോട്ടോറിൻ്റെ ഫ്രീക്വൻസി F' ആണെന്ന് വിചാരിക്കാം. ഇനിഷ്യലി റോട്ടോർ സ്പീഡ് = 0 ആവുന്ന സമയത്ത്, അതായത് മോട്ടോർ അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ, സ്റ്റേറ്ററിൽ കൊടുക്കുന്ന സപ്ലൈ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി റോട്ടോറിൽ EMF ജനറേറ്റ് ചെയ്യും. റോട്ടോറും സ്റ്റേറ്ററും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ റോട്ടോർ സ്പീഡ് 0 ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിൽ എത്ര ഫ്രീക്വൻസി ഉണ്ടോ അത്രയും ഫ്രീക്വൻസി തന്നെ റോട്ടോറിലും ഉണ്ടായിരിക്കും. റോട്ടോറിൽ ജനറേറ്റ് ചെയ്യുന്ന EMFന് സ്റ്റേറ്റർ ഫ്രീക്വൻസി തന്നെയായിരിക്കും. ഇനി റോട്ടോർ റൺ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത് സ്റ്റാർട്ട് ചെയ്തു, സ്പീഡപ്പ് ആയ സമയത്ത് സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് NS ആണ്, റോട്ടോറിൻ്റെ സ്പീഡ് N ആണ്. ദെൻ N സ്പീഡിൽ റൺ ചെയ്യുന്ന റോട്ടോറിൽ നിന്ന് സ്റ്റേറ്ററിനെ വ്യൂ ചെയ്യുമ്പോൾ റോട്ടോർ കാണുന്നത് സ്റ്റേറ്റർ NS മൈനസ് N സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടാണ്. ഉദാഹരണത്തിന് സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് ഒരു 1500 RPM ആണെന്ന് കരുതുക. റോട്ടോറിൻ്റെ സ്പീഡ് 1000 RPM ആണെന്ന് കരുതുക. അപ്പോൾ റോട്ടോറിൽ നിന്ന് 1000 RPM കറങ്ങുന്ന റോട്ടോറിൽ നിന്ന് സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിനെ വ്യൂ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് 500 RPM കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യും.
അതായത് സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൺ ചെയ്യുന്നത് 1000 RPM റൺ ചെയ്യുന്ന റോട്ടോറിലേക്ക് 1500 RPM റൺ ചെയ്യുന്ന സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് ഇവ തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് 500 RPM ആണ്. എന്ന് പറഞ്ഞാൽ ഈ 500 RPM ആനുപാതികമായ ഒരു ഫ്രീക്വൻസി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതായത് ആദ്യം ഇത് N0 ആയിരിക്കുന്ന സമയത്ത് സ്റ്റേറ്ററിലേക്ക് വ്യൂ ചെയ്യുമ്പോൾ സ്റ്റേറ്റർ 1500 RPM കറങ്ങുന്നു. അപ്പോൾ നമ്പർ ഓഫ് കട്ടിംഗ് റേറ്റ്, അതായത് സൈക്കിൾസ് സെക്കൻഡിൽ കട്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ഇനി റോട്ടോർ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് റോട്ടോറിന്റെ സ്പീഡ് കൂടി സപ്പോസ് N=1000 എത്തുന്ന സമയത്ത് കട്ടിംഗ് റേറ്റ് റോട്ടോറിന്റെ സ്പീഡ് 0-നേക്കാൾ കുറവായിരിക്കും സ്പീഡ് 1000 ഉണ്ടാകുമ്പോൾ. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കുറവാണെന്ന് അർത്ഥം. ദെൻ സ്റ്റേറ്ററിന്റെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് ആനുപാതികമായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന റൊട്ടേറ്റിംഗ് ഫീൽഡ്. ദെൻ NS - N എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ NS = 120F/P എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ NS - N that must be equal to 120 × F'/P എന്ന് എടുക്കാം. അതായത് റിലേറ്റീവ് സ്പീഡ് = 120 × F'/P. ഈ F' അല്ലെങ്കിൽ NS - N റിലേറ്റീവ് സ്പീഡിന് ആനുപാതികമായിട്ടാണ്, ഈ റിലേറ്റീവ് സ്പീഡിന് ആനുപാതികമായിട്ടാണ് F' ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ NS - N/NS that is equal to 120 × F'/P all divided by 120F/P. NSന് 120F/P കൊടുത്തു. അപ്പോൾ ഇവിടെ 120/Pയും 120/Pയും പോയി. And this is equal to NS - N/NS എന്ന് പറഞ്ഞ സ്ലിപ്പ് ഇവിടെ F'/F എന്ന് കിട്ടി. ദെൻ F' is equal to S × F എന്ന് കിട്ടി. അതായത് റണ്ണിങ് കണ്ടീഷനിലുള്ള റോട്ടോർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്ലിപ്പ് ഇൻറ്റു സ്റ്റേറ്ററിൻ്റെ ഫ്രീക്വൻസിയാണ്. സ്ലിപ്പ് ഇൻറ്റു റണ്ണിങ് കണ്ടീഷനിലെ സ്ലിപ്പ് ഇൻറ്റു സ്റ്റേറ്റർ ഫ്രീക്വൻസിയാണ്. ഇനി നെക്സ്റ്റ് റോട്ടോർ EMF. ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് എൻ്റെ ബേസിക്കലി അതൊരു ട്രാൻസ്ഫോമറുമായിട്ട് കമ്പയർ ചെയ്യാം. അതായത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി എന്ന് പറയുന്നത് ഈ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്ററാണ്. ട്രാൻസ്ഫോമറിലെ സെക്കൻഡറിക്ക് തുല്യമായി ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റോട്ടറാണ്. സ്റ്റേറ്ററിൽ നിന്ന് റോട്ടോറിലേക്ക് ഈ ഇൻഡക്ഷൻ വഴി, മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് സപ്ലൈ റോട്ടോറിൽ, അതായത് സെക്കൻഡറിയിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടറിൽ ജനറേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ സപ്ലൈ കൊടുക്കും. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി EMF ജനറേറ്റ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ കൊടുക്കുന്ന സെയിം ഫ്രീക്വൻസി തന്നെയാണ് അതിൻ്റെ സെക്കൻഡറിയിലും ഉണ്ടാകുക. എന്നാൽ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ മാത്രമാണ് ഇൻഡക്ഷൻ മോട്ടോറിൽ പ്രൈമറിയിൽ, അതായത് സ്റ്റേറ്ററിൽ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി സെക്കൻഡറി ആയ റോട്ടോറിൽ ഉണ്ടാവുള്ളൂ. റണ്ണിങ് കണ്ടീഷനിൽ സ്റ്റേറ്റിലെ ഫ്രീക്വൻസിയും റോട്ടോറിലെ ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു ട്രാൻസ്ഫോമറിൽ ഫ്രീക്വൻസി ചേഞ്ചർ അല്ല, അവിടെ വോൾട്ടേജ് ലെവൽ ആണ് ചേഞ്ച് ചെയ്യുന്നത്. വോൾട്ടേജ് ഹയർ ആക്കുകയോ ലോവർ ആക്കുകയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുന്നതിൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഫ്രീക്വൻസി ചേഞ്ചർ അല്ല. പക്ഷേ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിൽ ഇതൊരു ഫ്രീക്വൻസി ചേഞ്ചറാണ്. സ്റ്റേറ്ററിലുള്ള ഫ്രീക്വൻസി ആയിരിക്കില്ല റണ്ണിങ് കണ്ടീഷനിൽ റോട്ടറിലുണ്ടാവുക എന്നുള്ളൊരു വ്യത്യാസമാണ് ഇൻഡക്ഷൻ മോട്ടോറിലുള്ളത്. ട്രാൻസ്ഫോമറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി റോട്ടോർ EMF എങ്ങനെ കണ്ടുപിടിക്കാം? സ്റ്റേറ്ററിലെ നമ്പർ ഓഫ് ടേൺസിനെ നമുക്ക് N1 എന്ന് വിളിക്കും. ഇത് സ്റ്റേറ്റർ ടേൺസ്. N2 എന്ന് പറയുന്നത് റോട്ടോറിലെ ടേൺസ്. E1
എന്ന് പറയുന്നത് സ്റ്റേറ്ററിലെ അപ്ലൈഡ് വോൾട്ടേജ്, സ്റ്റേറ്റർ വോൾട്ടേജ്. അതേപോലെ E2 എന്ന് പറയുന്നത് റോട്ടോറിലെ ജനറേറ്റ് ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ്. ബൈ ട്രാൻസ്ഫോമർ ആക്ഷനിലാണ് സ്റ്റേറ്ററിൽ നിന്ന് റോട്ടറിൽ EMF ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പ്രകാരം N2 ഡിവൈഡഡ് ബൈ N1 ദാറ്റ് ഇസ് ഈക്വൽ ടു E2 ഡിവൈഡഡ് ബൈ E1 or E2 equal to N2 divided by N1 into E1. ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ N2 by N1 into E2 by E1 ദാറ്റ് ഇസ് ഈക്വൽ ടു I2 by I1 by I2 എന്ന് പറയുന്നൊരു ഫാക്ടറും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഡക്ഷൻ മോട്ടോറിൽ അതിൻ്റെ റിലക്റ്റൻസ് വേരിയേഷനും എയർ ഗ്യാപ്പ് റിലക്റ്റൻസ് വേരിയേഷൻ ഉള്ളത് കൊണ്ട് മാഗ്നറ്റൈസിങ് കറണ്ട് വ്യത്യാസമാണ്. അപ്പോൾ I1 by I2 എന്ന് പറയുന്ന ഒരു പാർട്ട് ഇവിടെ പ്യുവർലി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി ഈ റോട്ടോർ EMFൽ നമ്മളിപ്പോൾ ഇത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ ബൈ ഈ ട്രാൻസ്ഫോമറിൻ്റെ അതേ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പ്രകാരം E2 ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഇൻറ്റു സ്റ്റേറ്റർ വോൾട്ടേജ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കിട്ടി. ഇനി റണ്ണിങ് കണ്ടീഷനിൽ എന്തായിരിക്കാം നോക്കുക. സ്റ്റേറ്ററിലെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് പറഞ്ഞു E1 എന്ന് പറഞ്ഞു. ഈ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ പോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനെ നമുക്ക് 4.44 F ഇൻറ്റു 5M ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു KW, വേർ KW എന്ന് പറയുന്നത് വൈൻഡിങ് ഫാക്ടറാണ്, സ്റ്റേറ്ററിൻ്റെ വൈൻഡിങ് ഫാക്ടർ. ഈ വൈൻഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ കോയിൽ സ്പാൻ ഫാക്ടർ ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. അതേപോലെ E2 എന്ന് പറയുന്നത് ഇവിടെ 4.44 റോട്ടോറിലെ ഫ്രീക്വൻസി F ഡാഷ് 5M N2 ഇൻറ്റു KW2 ആണ്. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിരുന്നു റോട്ടോറിൻ്റെ ഫ്രീക്വൻസി F ഡാഷ് എന്ന് പറയുന്നത് സപ്ലൈ ഫ്രീക്വൻസി ഇൻറ്റു സ്ലിപ്പാണ്. അങ്ങനെയാണെങ്കിൽ റോട്ടോറിലെ EMF അണ്ടർ റണ്ണിങ് കണ്ടീഷൻ ER എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്ററിലെ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലെ നമുക്ക് ഈ ഇക്വേഷനിൽ FRന് പകരം SF എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4.44 ഇൻറ്റു ഇവിടെ FRന് പകരം SF ഇൻറ്റു 5M ഇൻറ്റു N2 ഇൻറ്റു KW2. ഇവിടെ അണ്ടർ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ നമുക്ക് വോൾട്ടേജ് E2 സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ FRഉം Fഉം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.44 ഇൻറ്റു ഇവിടെ FRന് പകരം F എന്ന് എഴുതാം. സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ E2 സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയുന്നത് FRന് പകരം F എന്ന് എടുക്കാം. ദാറ്റ് ഈസ് 5M ഇൻറ്റു N2 ഇൻറ്റു KW2. ഇനി ഈക്വേഷനിൽ ഒന്നും കൂടെ നോക്കാം. ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു S ഇൻറ്റു 4.44 ഇൻറ്റു F ഇൻറ്റു 5M ഇൻറ്റു N2 ഇൻറ്റു KW2. KW2 എന്ന് പറയുന്നത് റോട്ടോറിൻ്റെ വൈൻഡിങ് ഫാക്ടറാണ്. ഇവിടെ നോക്കുക, ഈ പാർട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനുള്ള വോൾട്ടേജ്, റോട്ടോറിലുണ്ടാകുന്ന വോൾട്ടേജാണ്. ദെൻ റണ്ണിങ് കണ്ടീഷനുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ER ഇസ് ഈക്വൽ ടു സ്ലിപ്പ് ഇൻറ്റു സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനുള്ള വോൾട്ടേജ്, അല്ലെങ്കിൽ S ഇൻറ്റു E2 സ്റ്റാൻഡ് സ്റ്റിൽ. സ്ലിപ്പ് ഇൻറ്റു സ്റ്റാൻഡ് സ്റ്റിൽ വോൾട്ടേജാണ് റണ്ണിങ് കണ്ടീഷനിലുള്ള റോട്ടോറിലെ വോൾട്ടേജ് എന്ന് പറയുന്നത്. S ഇൻറ്റു
എസ് മീൻസ് സ്ലിപ്പ് ഇൻറ്റു സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലുള്ള റോട്ടോറിലെ വോൾട്ടേജ്. ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഏറ്റവും ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇത്രയും വരെയാണ്. ഇനി റിമൈനിങ് ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ കൺസ്ട്രക്ഷൻ, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.